വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ല. കുറച്ച് നാളായിട്ട് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് കുറച്ച് നാച്ചുറൽ പ്രോഡക്റ്റ്സ് എനിക്ക് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് കാണിച്ചു തരണം. കാരണം അത് അത്രയും എനിക്ക് ഹെൽപ്ഫുൾ ആയതുകൊണ്ട് ആണ് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഈ പ്രോഡക്റ്റ്സ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് അത് വളരെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ ഫ്രണ്ടിലേക്കും കൂടെ കാണിക്കാമെന്ന് വെച്ചത്. അപ്പോൾ ഇപ്പോൾ ഞാൻ രാവിലെ റെഡി ആയിട്ടൊക്കെ ഇരിക്കുവാണ്, എൻ്റെ ബൊട്ടീക്കിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒരു സ്മോൾ വീഡിയോ ഞാൻ ചെയ്യാമെന്ന് കരുതി. ദി നാച്ചുറൽ വാഷ് എന്നാണ് ഈ ബ്രാൻഡിൻ്റെ നെയിം. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ദി നാച്ചുറൽ വാഷിൻ്റെ സ്റ്റീം ഡിസ്റ്റിൽഡ് റോസ് വാട്ടർ ആണ്. ഇതൊരു ടോണറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ദി നാച്ചുറൽ വാഷിൻ്റെ അവക്കാഡോ ബോഡി മോയ്സ്ചറൈസിംഗ് ലോഷൻ ആണ്. അടുത്തായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്നത് ദി നാച്ചുറൽ വാഷിൻ്റെ ഗ്രിയൽമോ ഫേസ് വാഷ് ആണ്. ഇത് മോഡേൺ ആയുർവേദിക് ഫോർമുലേഷൻ ഉള്ള ഒരു ഫേസ് വാഷ് ആണ്. ദി നാച്ചുറൽ വാഷിൻ്റെ 3 പ്രോഡക്ട്സ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ 2 പ്രോഡക്ട്സ് ഞാൻ ആദ്യം കാണിച്ചുതരാം. ഇതാണ് ദി നാച്ചുറൽ വാഷിൻ്റെ ലിപ് ലൈറ്റനിങ് സ്ക്രബ് ആൻഡ് ദി നാച്ചുറൽ വാഷിൻ്റെ ഹെർബൽ ബീട്രൂട്ട് ലിപ് ബാം. ഇതൊരു ഹെയർ സിറം ആണ്. ദി നാച്ചുറൽ വാഷിൻ്റെ ബ്ലാക്ക് സീഡ് ഹെയർ സിറം ആണ്. ഇത് വളരെ നല്ലൊരു ഹെയർ സിറം ആണ്. അപ്പോൾ ഈ കാണിച്ചു തരുന്ന എല്ലാ പ്രോഡക്ട്സിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഡക്ട്സ് ആണ് ദി നാച്ചുറൽ വാഷിൻ്റെ ലിപ് സ്ക്രബ്, ലിപ് ബാം ആൻഡ് ബ്ലാക്ക് സീഡ് ഹെയർ സിറം. ആദ്യം തന്നെ നമുക്ക് ലിപ് സ്ക്രബിലേക്ക് പോകാം അല്ലേ. ദി നാച്ചുറൽ വാഷ് ലിപ് ലൈറ്റനിങ് സ്ക്രബ് ഫോർ ടാൻഡ് ആൻഡ് ഡാർക്കൻഡ് ലിപ്സ്. നല്ലൊരു ക്ലാസി പാക്കിങ്ങിലാണ് വരുന്നത് കേട്ടോ. ഒരു ഗോൾഡൻ കളർ ക്യാപ്പ് ആൻഡ് ഇതിന്റെ കളർ ഒരു മെറൂൺ കളറാണ്. ഇനി നമുക്ക് ടെക്സ്ചറും എല്ലാം നോക്കാം. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എഴുതിയിരിക്കുന്നത് വെജ് വാക്സ്, ഷിയ ബട്ടർ, കൊക്കോ ബട്ടർ, ബ്രൗൺ ഷുഗർ, വാൾനട്ട് ഷെൽ, കോക്കനട്ട് ഓയിൽ, വാൾനട്ട് ഓയിൽ, ഒലിവ് ഓയിൽ, ഓയിൽസ് ഓഫ് ബേസിൽ, ഓർക്കിഡ്, ഡേസി, റോസ്, പപ്പായ, ലോട്ടസ്. മൈ ഗോഡ്, ഇതിൽ ഇല്ലാത്തതൊന്നുമില്ല. എല്ലാ അടിപൊളി ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇച്ചിരി തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. യൂഷ്വലി നമ്മൾ ലിപ് സ്ക്രബ് എല്ലാം ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് കേട്ടോ. നമുക്കൊന്ന് നമ്മുടെ ലിപ്സിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അല്പം വെള്ളം ഉപയോഗിച്ചിട്ട് ഞാൻ എൻ്റെ ലിപ്സ് ഒന്ന് ജസ്റ്റ് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുക. ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒത്തിരി പ്രഷർ ലിപ്സിൽ കൊടുക്കരുത്. ഒരു ഇച്ചിരി ഗ്രാന്യൂൾസ് ആയിട്ടാണ് ഈ സ്ക്രബ് ഇരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സർക്കുലർ മോഷനിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു 2 മിനിറ്റ്സോളം ഒന്ന് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്തു. ഇനി ഒരു 2 മിനിറ്റ്സ് നമുക്കിത് ഇങ്ങനെ അങ്ങ് ലീവ് ചെയ്യാം. ഇപ്പോൾ 2 മിനിറ്റ്സ് കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാനൊരു കോട്ടൺ പാഡ് യൂസ് ചെയ്തിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കളയാൻ പോവാണ്. വെള്ളം യൂസ് ചെയ്തൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞാലും മതി. ജസ്റ്റ് ഒന്ന് വാഷ് ബേസിനിൽ പോയി വെള്ളം സ്പ്ലാഷ് ചെയ്ത് വാഷ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ പാഡ് യൂസ് ചെയ്തിട്ട് ഒന്ന് വൈപ്പ് ചെയ്താലും മതി. ഫസ്റ്റ് യൂസിൽ തന്നെ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും. ഒത്തിരി കാരണം നമ്മുടെ ലിപ്സ് ഡാർക്ക് ആവാറുണ്ട് അല്ലേ. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഈ ലിപ്സ്റ്റിക്സ് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ലിപ്സ് ഡാർക്ക് ആവും. അതുമാത്രമല്ല നമ്മളിപ്പോൾ ഒത്തിരി സൺലൈറ്റ് നമ്മുടെ ഫേസിലോട്ട് അടിക്കുകയാണെങ്കിൽ അത് കാരണം നമ്മുടെ ലിപ്സ് ഡാർക്ക് ആവാം. അതുമല്ല സ്മോക്കിംഗ് കാരണം നമ്മുടെ ലിപ്സ് ഡാർക്ക് ആവും അല്ലേ. അപ്പോൾ ഇപ്പം ഇതിപ്പോൾ ലേഡീസിന് മാത്രമല്ല, ഇതിപ്പോൾ ജെൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിപ് സ്ക്രബാണ്. യൂണിസെക്സ് ആണ്. ഇപ്പോൾ അതല്ല ചാപ്ഡ് ലിപ്സ് ആണെന്നുണ്ടെങ്കിലും ഈ സ്ക്രബ് ഇട്ട് നമ്മൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചാപ്ഡ് ലിപ്സ് എല്ലാം തന്നെ മാറും. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഞാൻ ദി നാച്ചുറൽ വാഷിൻ്റെ ലിപ് സ്ക്രബ് യൂസ് ചെയ്ത് കഴിഞ്ഞു, വൈപ്പ് ചെയ്ത് കളഞ്ഞു. ഇനി ഞാൻ ദി നാച്ചുറൽ വാഷിൻ്റെ തന്നെ ബീട്രൂട്ട് ലിപ് ബാം ഇടാൻ പോവാണ്. ദി നാച്ചുറൽ വാഷിൻ്റെ ഹെർബൽ ബീട്രൂട്ട് ലിപ് ബാം ആണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇതും ഏകദേശം സെയിം പാക്കിംഗ് ആണ്. ഇതിൻ്റെ ഒരു മിനിയേച്ചർ പാക്കിംഗ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇത് നല്ല ഡാർക്ക് ബീട്രൂട്ട് കളറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഏകദേശം എൻ്റെ ഡ്രസ്സുമായിട്ട് നല്ല മാച്ച് ചെയ്തെന്ന് തോന്നുന്നു. ലിപ്സിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. തികച്ചും ഒരു ആയുർവേദ ഫോർമുലേഷനുള്ള ഒരു ലിപ് ബാം ആണ്. ഇവരുടെ എല്ലാ പ്രോഡക്ട്സിലും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് മാത്രമാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് ദി നാച്ചുറൽ വാഷിൻ്റെ ബ്ലാക്ക് സീഡ് ഹെയർ സിറം ആണ്. അപ്പോൾ ഹെയർ സിറം ഒക്കെയാണ് എല്ലാവരും ഇങ്ങനെ എൻക്വയറീസിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ഗ്യാരണ്ടി തരാം, ഇത് വളരെ നല്ലൊരു പ്രോഡക്റ്റാണ്. ബ്ലാക്ക് സീഡ് ഹെയർ സിറം ഒരു ബ്രേക്കേജ് ഇല്ല, ഹെയർ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും. അപ്പോൾ വളരെ നല്ലൊരു ഹെയർ സിറമാണ്. നാച്ചുറൽ പ്രോഡക്റ്റ് ആണ്, ബ്ലാക്ക് സീഡ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം അല്ലേ. ഇതിൽ ആർഗൻ ഓയിൽ ഉണ്ട്, ബനാന ഓയിൽ ഉണ്ട്, കലോഞ്ചി ഓയിലുണ്ട്, ആൽമണ്ട് ഓയിലുണ്ട്, ഒലിവ് ഓയിലുണ്ട്, ജോജോബ ഓയിലുണ്ട്, ഗ്രേപ്പ് സീഡ് ഓയിലുണ്ട്, ഫെനുഗ്രീക്ക് ഓയിലുണ്ട്. ഹെയറിന് ഏറ്റവും വേണ്ട കുറേ ഓയിൽസ് ഉണ്ടല്ലോ, അത് എല്ലാം ഇവർ ചൂസ് ചെയ്ത് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു ഹെയർ സിറമാണ്. നല്ലൊരു കോമ്പാക്ട് പാക്കിംഗ് തന്നെയാണ്. എന്തായാലും നമുക്കിത് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. അതിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ കുളിച്ച് എൻ്റെ ഹെയർ ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്തിട്ടിരിക്കുവാണ്. അപ്പോൾ ഇത് ഞാൻ ഇനി
യൂസ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് കുറച്ച് ക്വാണ്ടിറ്റി കയ്യിലെടുക്കുക. മുടിയുടെ ലെങ്ത്തിലും ഒക്കെ ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കളേർഡ് ഹെയർ ആണെങ്കിലും ട്രീറ്റഡ് ഹെയർ ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല, ഈ ഒരു സിറം യൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഷൈനി ടെക്സ്ചർ നമുക്ക് തരും. പിന്നീട് ഇത്രയും ഓയിൽസ് അടങ്ങുന്നുണ്ടെങ്കിലും ഒട്ടും സ്റ്റിക്കി അല്ല, ഇത് ലോങ് ലാസ്റ്റിംഗും ആണ്. നമ്മുടെ ഹെയറിനെ ഒട്ടും തന്നെ ഫ്രിസി ആക്കാതെ ഒത്തിരി സമയം ഇത് കാത്തു സൂക്ഷിക്കും. പിന്നീട് ഒത്തിരി പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് സ്പ്ലിറ്റ് എൻഡ്സ്, പിന്നീട് ഫ്രിസി ആവുക അല്ലെങ്കിൽ ബ്രേക്കേജ് ആവുക. നമ്മളിപ്പോൾ നമ്മൾ മുടിയൊക്കെ ഇങ്ങനെ നല്ലതായിട്ട് ചീകാൻ സമയത്ത് നമുക്ക് ടാങ്കിൾസ് കാണും. ഒത്തിരി പേരുടെ ഹെയർ ഇങ്ങനെ ടാങ്കിൾസ് കാരണം ബ്രേക്ക് ആവാറുണ്ട്. അപ്പോൾ അതെല്ലാം ഇത് പ്രിവെൻറ്റ് ചെയ്യും. നമ്മൾ ഇത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും. പിന്നീട് ഇതിൽ എല്ലാതരം നല്ല നല്ല എസെൻഷ്യൽ ഓയിൽസും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ നമ്മുടെ ഹെയറിനെ ഇത് എക്സ്ട്രാ നറിഷ്ഡ് ആൻഡ് സ്മൂത്ത് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നീട് ദി നാച്ചുറൽ വാഷിന്റെ എല്ലാ പ്രോഡക്ട്സും ഈ ഒരു ഹെയർ സിറം എന്ന് മാത്രമല്ല എല്ലാ പ്രോഡക്ട്സും പാരബീൻ ഫ്രീ ആണ്. ഒരു ടോക്സിൻസോ കെമിക്കൽസോ ഒന്നും ഇതിൽ അടങ്ങിയിട്ടില്ല. തികച്ചും കെമിക്കൽ ഫ്രീ ഒക്കെയാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ ദി നാച്ചുറൽ വാഷിന്റെ ഗ്രിയൽമോ ഫേസ് വാഷ്. ഡ്രൈ ടു കോമ്പിനേഷൻ സ്കിന്നുള്ള ആൾക്കാർക്ക് ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് മെയ്ഡ് വിത്ത് റിച്ച്നെസ് ഓഫ് ആൽമണ്ട് ഓയിൽ ആൻഡ് ഗ്രീൻ ടീ എക്സ്ട്രാക്ട്സ്. അപ്പോൾ പിന്നെ ഒന്നും പറയണ്ടല്ലോ. ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതും നമ്മൾ ബാക്കി നമ്മുടെ എല്ലാ ഫേസ് വാഷസും യൂസ് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഇത് രാവിലെയും രാത്രിയും നമുക്ക് CTM റൂട്ടീനിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ഒരു ഫേസ് വാഷ് ആണ്. അടുത്ത പ്രോഡക്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ദി നാച്ചുറൽ വാഷിന്റെ അവക്കാഡോ ബോഡി മോയ്സ്ചറൈസിംഗ് ലോഷൻ ആണ്. ഇതിന്റെ ടെക്സ്ചർ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതൊരു പമ്പ് ബോട്ടിലാണ് വരുന്നത്. നല്ലൊരു സൂത്തിങ് ഒരു ടെക്സ്ചറാണ് ഇതിന്റെ. നന്നായിട്ട് അത് സ്കിന്നിലോട്ട് അങ്ങ് അബ്സോർബ് ആയി അങ്ങ് പോകുന്നു. ഒട്ടും സ്റ്റിക്കി അല്ല, നല്ല ഫ്രേഗ്രൻസ് ഉണ്ട്. വളരെ സൂത്തിങ് ആയിട്ടുള്ള ഒരു ബോഡി മോയ്സ്ചറൈസിംഗ് ലോഷനാണിത്. ദി നാച്ചുറൽ വാഷിന്റെ അവക്കാഡോ ബോഡി മോയ്സ്ചറൈസിംഗ് ലോഷനും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ദി നാച്ചുറൽ വാഷിന്റെ സ്റ്റീം ഡിസ്റ്റിൽഡ് റോസ് വാട്ടർ ആണ്. ഇത് ഓൾ സ്കിൻ ടൈപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു റോസ് വാട്ടർ ആണ്. അപ്പോൾ ഇത് നമുക്കൊരു ഫേഷ്യൽ ടോണർ ആയിട്ട് യൂസ് ചെയ്യാം, മിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നീട് ഒരു മേക്കപ്പ് റിമൂവർ ആയിട്ട് വേണമെങ്കിലും ഈ ഒരു റോസ് വാട്ടർ നമുക്ക് യൂസ് ചെയ്യാം. ഇതിൽ 2 ഇൻഗ്രീഡിയൻസേ വരുന്നുള്ളൂ. റോസ് വരുന്നുണ്ട്, പിന്നീട് സ്റ്റീം ഡിസ്റ്റിൽഡ് വാട്ടർ വരുന്നുണ്ട്. അപ്പം തികച്ചും നാച്ചുറൽ ആണ്, വേറെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസും ഇല്ല വരുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റോസ് വാട്ടറും കൂടി ട്രൈ ചെയ്ത് നോക്കുക. ഈ പ്രോഡക്ട്സിൻ്റെ ലിങ്ക്സ് എല്ലാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇവരുടെ വെബ്സൈറ്റും പിന്നെ അത് കൂടാതെ തന്നെ ആമസോണിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ലിങ്ക്സും എല്ലാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കുക, എന്നിട്ട് ഇഷ്ടപ്പെട്ട പ്രോഡക്ട്സ് മേടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.